വയനാട് കണിയാമ്പറ്റ താഴെക്കരണിയിൽ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം മൂലം ദുരിതത്തിലാണ് നാട്ടുകാർ. ക്വാറിയിലെ സ്ഫോടനം മൂലം സമീപത്തെ വീടുകൾക്കുൾപ്പെടെ കേടുപാടുകൾ ഉണ്ടാകുന്നതും പതിവാണ്. ജില്ലാ കലക്ടറിനും പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും ക്വാറി പ്രവർത്തനം നിർത്താൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നതിനാണ് നാട്ടുകാർ പറയുന്നത്. 2 വർഷത്തിലേറെയായി കരിങ്കൽ ക്വാറി പ്രവർത്തനം ആരംഭിച്ചതോടെ കണിയാമ്പറ്റ പഞ്ചായത്തിലെ താഴേക്കരണി 4 സെന്റ് കോളനിയിലെ ജനങ്ങളുടെ ജീവിതവും ദുരിതത്തിലായി. ദിവസവും രാവിലെയും വൈകിട്ടും ക്വാറിയിൽ നിന്നുള്ള സ്ഫോടനത്തിന്റെ ആഘാതം മൂലം വീടടക്കം കുലുങ്ങുകയാണ്. സ്ഫോടനം കാരണം സമീപത്തെ വീടുകളുടെ ചുമരുകളിലെല്ലാം വിള്ളലുണ്ടായി. ക്വാറിയുടെ സമീപം 50-ലധികം കുടുംബങ്ങളാണ് തിങ്ങിപ്പാർക്കുന്നത്. രാവിലെ മുതൽ കരിങ്കല്ല് പൊട്ടിക്കാനുള്ള സ്ഫോടനം ആരംഭിക്കുന്നതോടെ ഭയത്തോടെയാണ് പ്രദേശവാസികൾ കഴിയുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു കണക്കിന് നോക്കുമ്പോൾ പലരും അവിടെ വന്ന് നോക്കി, പഞ്ചായത്തിൽ നിന്നും വേറിലോട്ടുനിന്നും എല്ലാ സ്ഥലത്തുനിന്നും വന്ന് നോക്കിയിട്ടൊന്നും ഒരു ഗുണദോഷങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. അനുവദനീയമായ സ്ഫോടനശേഷിയേക്കാൾ കൂടുതൽ അളവിൽ ക്വാറി പ്രവർത്തിക്കുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നു. ക്വാറിക്കെതിരെ പരാതിയുമായി പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചെങ്കിലും ക്വാറി മാഫിയയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. എല്ലാ സ്ഥലത്തും പരാതികൾ കൊടുത്ത പഞ്ചായത്തായിട്ടും എല്ലാ സ്ഥാപനങ്ങളിലും ഞങ്ങൾ പരാതി കൊടുത്ത് കളക്ടർ എടുത്ത് മുഖ്യമന്ത്രിക്ക് വരെ കൊടുത്തിട്ടുണ്ട്. ഇല്ല, ഇനിയിപ്പം ഞങ്ങൾ ജനകീയ സമരമായിട്ട് ഇപ്പം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം അത് കുറേ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ക്വാറി നിർത്തണം, ഞങ്ങൾക്ക് നമ്മുടെ സ്വാതന്ത്ര്യം കൂടെ താമസിക്കാനുള്ള അനുവാദം കിട്ടണം. പ്രതിഷേധങ്ങളേറെ സംഘടിപ്പിച്ചിട്ടും ഫലമില്ലാത്തതിനാൽ സമരപരിപാടികളിലേക്ക് കടക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.